എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൽ കുറച്ച് ക്യാരക്ടേഴ്സിന് പവറപ്പ് കിട്ടാനുണ്ട്. ആ ക്യാരക്ടേഴ്സിന് കിട്ടാൻ ചാൻസുള്ള പവറപ്പിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഈ പവറപ്പിനായിട്ട് കുറേ കാലമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഈ പവറപ്പ് ഉണ്ടാകുമെന്ന് പോലും നമുക്കിപ്പോൾ ഉറപ്പില്ലാതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്നും പറയാണ്, നമ്മുടെ ചാനലിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടുപ്പിച്ച് തോൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ലിസ്റ്റിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ വൺ പീസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിട്ടും ഇതുവരെ നല്ല രീതിക്കുള്ളൊരു പവർ പോലും ഇവർക്ക് രണ്ട് പേർക്കും കിട്ടിയിട്ടില്ല. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സും നമ്മുടെ സ്റ്റോറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടേഴ്സ് കൂടിയാണ്. ഇതിലൊരാൾ നമ്മുടെ ബഗ്ഗിയാണ്. നമുക്കറിയാം, നമ്മുടെ ബഗ്ഗി ഷാങ്സിൻ്റെ റൈവലായിരുന്നു. അതുപോലെ തന്നെ റോജറിൻ്റെ ക്രൂമേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റെയിലിയാണ് നമ്മുടെ ഷാങ്സിനും ബഗ്ഗിക്കും ട്രെയിനിങ് ഒക്കെ നൽകിയത്. എന്നുവെച്ചാൽ നമ്മുടെ ബഗ്ഗിക്ക് കാര്യമായിട്ടുള്ളൊരു ഫീഡ്സോ അല്ലെങ്കിൽ പവർ ലെവലോ ഒന്നും തന്നെ ഇല്ല. ഇതിന് കാരണം എന്തായിരിക്കും? പലരും പറയുന്നുണ്ട് നമ്മുടെ ബഗ്ഗി തൻ്റെ പവർ റിവീൽ ചെയ്യാതെ ഒളിച്ചു വെക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ സത്യമായിരിക്കും. നമ്മുടെ ബഗ്ഗി എന്തെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷേങ്കിൽ നമുക്ക് നോക്കാം, നമ്മുടെ ബഗ്ഗിക്ക് ഇപ്പം പവറപ്പ് കിട്ടുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള പവറപ്പാണ് കിട്ടാൻ ചാൻസ് ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ ബഗ്ഗി തൻ്റെ ഡെവിൾ ഫ്രൂട്ട് ഇഷ്ടമില്ലാതെയാണ് കഴിച്ചത്. നമുക്കറിയാം, ബഗ്ഗിയുടെ ഡെവിൾ ഫ്രൂട്ട് ചോപ്പ് ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ട് വെച്ച് ബഗ്ഗിനെ ആർക്കും സ്ലൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ബഗ്ഗിക്ക് ബഗ്ഗിൻ്റെ ബോഡി സ്പ്ലിറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ബഗ്ഗിക്ക് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പവറപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബഗ്ഗിയുടെ ഡെവിൾ ഫ്രൂട്ട് എവൈക്കണാകുക. ഈ ഡെവിൾ ഫ്രൂട്ട് എവൈക്കണാകുകയാണെങ്കിൽ ബഗ്ഗിക്ക് നല്ല രീതിക്കുള്ള പവറപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ബഗ്ഗിയുടെ ഡെവിൾ ഫ്രൂട്ട് വെച്ച് ബഗ്ഗിനെ ആർക്കും സ്ലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ബഗ്ഗിക്ക് വേണമെങ്കിൽ താൻ ടച്ച് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റും കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ആ ഒബ്ജക്റ്റുകൾ വെച്ച് ബഗ്ഗി എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് കൺട്രോൾ ചെയ്തിച്ച് അല്ലെങ്കിൽ അത് വെച്ച് മറ്റുള്ള ഓപ്പണൻസിനെ അറ്റാക്ക് ചെയ്യാൻ. പിന്നെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു പവർ എന്ന് വെച്ചാൽ ബഗ്ഗിക്ക് താൻ ടച്ച് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സ്ലൈസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ബഗ്ഗിക്ക് തൻ്റെ ബോഡി മാത്രമേ സ്ലൈസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ ബഗ്ഗിക്ക് ഫ്യൂച്ചറിൽ എവൈക്കും ചെയ്യുകയാണെങ്കിൽ ബഗ്ഗിക്ക് താൻ ടച്ച് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ബഗ്ഗി മാറുന്നതായിരിക്കും. ഇത്തരത്തിലുള്ളൊരു പവർ ഇപ്പോൾ ബഗ്ഗിക്ക് കിട്ടുകയാണെങ്കിൽ ബഗ്ഗിക്ക് തൻ്റെ ടൈറ്റിലിന് പറ്റിയൊരു രീതിയിലുള്ള പവർ ലെവലിലേക്ക് ബഗ്ഗി എത്തുന്നതായിരിക്കും. അതിനോട് കൂടെ ഹാക്കിയും മാസ്റ്റർ ചെയ്യാൻ ബഗ്ഗിക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബഗ്ഗി വേറെ ലെവലായി മാറുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ലിസ്റ്റിലുള്ളത് മറ്റാരുമല്ല, നമ്മുടെ ഗോഡ് ഡി ഊസാപ്പാണ്. നമുക്കറിയാം, ഊസാപ്പ് നമ്മുടെ സ്റ്റോറിയുടെ തുടക്കം മുതലേ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. പക്ഷേ നല്ല രീതിക്കുള്ള ഒരു പുഷോ അല്ലെങ്കിൽ പവറപ്പോ നമ്മുടെ ഊസോപ്പിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഈ നമ്മുടെ എൽബാഫ് ആർക്കിൽ നമ്മുടെ ഊസോപ്പിന് വേണ്ട രീതിക്കുള്ള പവറപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് നമ്മുടെ ഊസോപ്പ് നമ്മുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഹാമർ എടുത്ത് പൊന്തിക്കുന്നു പറഞ്ഞ് പലപ്പോഴും കള്ളം പറയുന്നത് പല ആർക്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ആർക്കിൽ അത് സത്യമാകാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ലോക്കിയുടെ വെപ്പനായ റാഗ്നീർ എന്ന് പറയുന്ന സാധനം ഒരു ഹാമറാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഹാമർ ആയിരിക്കും നമ്മുടെ ഊസോപ്പ് എടുത്ത് പൊന്തിക്കാൻ പോകുന്നത്. നമ്മുടെ എൻ ഗെയിം കണ്ടിട്ടില്ല, ക്യാപ്റ്റൻ അമേരിക്ക തോറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മിയോളിനിയർ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഊസോപ്പ് ഒരു പക്ഷേ നമ്മുടെ ലോക്കിനെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോക്കിയുടെ വെപ്പനായ റാഗ്നീർ എടുക്കുമായിരിക്കും. ഈ വെപ്പൺ നമ്മുടെ ഊസോപ്പ് ലിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഊസോപ്പിന് നല്ല രീതിക്കുള്ള പവറപ്പ് കിട്ടുമായിരിക്കും. എന്തെങ്കിലും മിത്തിക്കൽ ടൈപ്പായിട്ടുള്ള പവേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഊസോപ്പിൻ്റെ സൈസ് ഈ വെപ്പണ് പറ്റിയ രീതിക്ക് വലുതാകുകയോ അല്ലെങ്കിൽ നമ്മുടെ വെപ്പണ് നമ്മുടെ ഊസോപ്പിന് പറ്റിയ രീതിയിലേക്ക് ചെറുതാകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. ഞാനിപ്പോൾ കണ്ട ഈ രണ്ട് തിയറീസും ഞാൻ യൂട്യൂബ് കണ്ട ഒരു തിയറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ പവറപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളാരും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്ന്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു കാണുന്നതുവരെ ബൈ ബൈ.